ഹലോ മക്കളെ, ബിഗ് ബോസ് താരം ആദില ആൻഡ് നൂറ, നിങ്ങളുടെ ചെറിയതൊന്നും മനസ്സിലാകുന്നില്ല. കാരണം ഇതൊന്നും പറയാതിരിക്കാനും പറ്റുന്നില്ല. കാരണം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഇത്രയും കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു ഫാമിലി ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് അബ്യൂസീവ് ആയിട്ടുള്ള ഒരു പാരന്റ്സ് ഉള്ളത് കൊണ്ടാണ്. അതൊക്കെ അവർ ഇഷ്ടം, അതൊക്കെ അവരുടെ ചോയ്സ്, നമ്മൾ വിട്ടു. ശരിക്കും മനസ്സിലാക്കാത്തത് അവരുടെ ഇപ്പോഴത്തെ ഡിസിഷൻ പ്രകാരമാണല്ലോ നിങ്ങൾ അവരെ ബിഗ് ബോസിലേക്ക് തിരഞ്ഞെടുത്തത്. അത് ആ ഡിസിഷൻ പ്രകാരമുള്ള അവരുടെ വസ്ത്രധാരണം എന്തുകൊണ്ട് നിങ്ങൾ അവരുടെ പരസ്യത്തിൽ കൊടുത്തില്ല എന്ന് എനിക്ക് എത്ര ആലോചന മനസ്സിലാവില്ല. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ബിഗ് ബോസിന്റെ ഈ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിലാണെങ്കിൽ ലാലേട്ടന്റെ മുന്നിൽ വെച്ചിട്ട് ആദില നൂറ കരഞ്ഞുകൊണ്ടിട്ട് അനീഷിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അവരുടെ ആ ഒരു ഇഷ്യൂനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇവർ ഈ കഴിഞ്ഞു വന്നേക്കുന്ന ആ ഒരു സാഹചര്യങ്ങൾ, സ്ട്രഗിൾസ്, സിറ്റുവേഷൻസ് ഒന്നും മനസ്സിലാക്കാൻ സാധിക്കാതെ നിങ്ങളുടെ വീട്ടുമാരുമായിട്ട് പാച്ചപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല, നിങ്ങളുടെ മാത്രം കുഴപ്പമാണ് എന്നുള്ള രീതിയിൽ അനീഷ് സംസാരിച്ചപ്പോഴത്തേക്കിന് അവർക്ക് അത്രത്തോളം സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പം അനീഷ് ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ എന്റെ മൈൻഡിലൊരു സാധനമായിരുന്നു, ഇതിനെ ചൊല്ലിയിട്ടാണെങ്കിൽ ഇതേപോലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പല ആൾക്കാരും ഇനി രംഗത്ത് വരും, ഇവരെങ്ങനെയായിരുന്നു കഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരുന്ന ആ ഒരു സാഹചര്യം ഒന്നും മനസ്സിലാക്കാൻ കഴിയാത്ത പല ആൾക്കാരും അറ്റ് ദ സെയിം ടൈം ആണെങ്കിൽ ഈ മുസ്ലിം നാമധാരികളായിട്ടുള്ള പല ആൾക്കാരും ഈ സോഷ്യൽ മീഡിയയിൽ എന്താ പറയാ വരുമ്പോൾ പോലും സ്ത്രീകളായിട്ടുള്ള പെൺകുട്ടികളായിട്ടുള്ള ആൾക്കാർ ഇവരെ തട്ടമിട്ടില്ലെങ്കിൽ കൂടി വലിയ മുറിവിളി കൂട്ടുന്ന ഒരുപറ്റം ആൾക്കാരൊക്കെ ഉള്ളതാണ്. കമന്റ് ബോക്സിലാണെങ്കിൽ പല വീഡിയോസിനകത്താണെങ്കിൽ പല ആൾക്കാരെ ഒന്ന് പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള കുറെ ആൾക്കാരൊക്കെ ഇപ്പം രംഗത്ത് വന്നിട്ടുണ്ട്. അതിലൊരു ഉമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്, അതിനുശേഷം അൻസാരി സൂര്യ ആലപ്പി പറയുന്ന കാര്യമുണ്ട്. പുള്ളിനെ പറ്റിയിട്ട് മുമ്പ് നമ്മൾ പല വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. എന്താണെങ്കിലും ആദ്യം ഒരു ഉമ്മ ഇവരെ കുറിച്ച് പറയുന്ന കാര്യം നമുക്കൊന്ന് കേൾക്കാം. ഹലോ മക്കളെ, ബിഗ് ബോസ് താരം ആദില ആൻഡ് നൂറ, നിങ്ങളുടെ ചെറിയൊരു സംസാരം. കാരണം നിങ്ങൾ ഈ സമൂഹത്തിന് എന്താണ് മക്കളെ കാണിച്ചു കൊടുക്കുന്നത്? നിങ്ങളെ കണ്ടിട്ടാണല്ലോ മക്കളെ ഈ തലമുറയും ഈ ഈ ഇപ്പോഴുള്ള മക്കളും കണ്ടുപഠിക്കുന്നത്. ഈ സാധാരണപ്പെട്ട ഞങ്ങളെപ്പോലെ ഉള്ളവർക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല. കാരണം ഇതൊന്നും പറയാതിരിക്കാനും പറ്റുന്നില്ല. കാരണം ഈ സമൂഹത്തിന് എന്താണോ നിങ്ങൾ ചെയ്യുന്നത് ഇതൊന്നും നമുക്കൊട്ടും മനസ്സിലാകുന്നുമില്ല. കാരണം ഇത്രയും നിങ്ങളെ പഠിപ്പിച്ച് ഇത്രയും വലുതാക്കി ഇങ്ങനെയൊക്കെ കാണിക്കുമെന്ന് നിങ്ങളുടെ കുടുംബക്കാരും നിങ്ങളുടെ ഉമ്മയും ഉപ്പയും ഒന്നും പ്രതീക്ഷിച്ച് കാണത്തില്ല മക്കളെ. അവസാനം നിങ്ങൾക്ക് അവർക്ക് കൊടുത്ത ടെൻഷൻ ഇത് മാത്രം. അവരെത്രമാത്രം തീ തിന്നുന്നത് നിങ്ങൾക്ക് അറിയുമോ? അറിയുന്നില്ല. പക്ഷേ അവർ ഒരുപാട് തീ തിന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. നിങ്ങളെ കാണുന്തോറും അവർക്ക് തീ തിന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. കാരണം ഈ സമൂഹത്തിന് കാരണം നിങ്ങൾ രണ്ട് സ്ത്രീകൾ ഈ തലമുറയ്ക്ക് ഇതല്ലേ നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നത്? ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകുന്നില്ലല്ലോ. അതുകൊണ്ട് മക്കളെ, അവസാനം നിങ്ങളുടെ കുടുംബം മാത്രമേ കാണുകയുള്ളൂ, വേറെ ആരും കാണത്തില്ല. പറയാൻ 100 പേര് കാണും, അല്ലെങ്കിൽ ഇത് പറഞ്ഞു തരാൻ 100 പേര് കാണും. പക്ഷേ നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കുക, ഇതൊന്നും ശരിയല്ലെന്നുള്ളത് നിങ്ങൾ സ്വന്തമായിട്ട്. കാരണം ആദില ആൻഡ് നൂറ എന്ന് പറയുന്നത് നല്ല പെരുമയുള്ള പേര്. പക്ഷേ ഇങ്ങനെ ഒരിക്കലും നിങ്ങളുടെ കുടുംബം പോലും വിചാരിച്ച് കാണത്തില്ല, ഇങ്ങനെയൊക്കെ വരും എന്ന് ഒട്ടും പ്രതീക്ഷിച്ച് കാണത്തില്ല. അവസാനം നിങ്ങളുടെ കുടുംബം മാത്രം. നിർത്തുന്നു. ബിഗ് ബോസ് താരം ആദില ആൻഡ് നൂറ. ഇതിപ്പം ഈ ഒരു ഉമ്മ പറഞ്ഞിരിക്കുന്ന പല ആൾക്കാരുടെ മൈൻഡ് സെറ്റിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഈ സംസാരിച്ചിരിക്കുന്നത്. അതിൽ മതപരമായിട്ടുള്ള പല കാര്യങ്ങളും ബേസ് ചെയ്തിട്ട് പറയുന്നതും അങ്ങനത്തെ കുറെ ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ട് പല ആൾക്കാർക്കും ആണെങ്കിൽ. ഇവിടെ അവർക്ക് രണ്ടുപേരും അല്ലെങ്കിൽ ഈ അനീഷ് ഇപ്പൊ ഇവരുടെ അടുത്ത് സംസാരിച്ചിരിക്കുന്ന ഒരു കാര്യമല്ലേ, എക്സാക്ട്ലി അതുപോലത്തെ ഒരു സാധനം തന്നെയാണ് ഇവരാണെങ്കിൽ സംസാരിക്കുന്ന കാര്യം. അച്ഛന്റെ അമ്മയുടെയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഉമ്മയാണെങ്കിൽ എത്രത്തോളം സങ്കടപ്പെടുന്നുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കിന് ഇവര് ആ വീട്ടിലെ സ്ട്രഗിളും അങ്ങനത്തെ ഇഷ്യൂസ് കാര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ ഓക്കെ ഇവർ തമ്മിൽ പ്രണയിച്ചേക്കാം എന്ന് വന്നേക്കുന്ന ഒരു ആൾക്കാരല്ല. പക്ഷെ അവർക്ക് ആ ഒരു വീട്ടിലാണെങ്കിൽ അത്രത്തോളം സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന ബാക്കിയുള്ള എല്ലാ പേരൻസിനെ പോലെയുള്ള ഒരു ചൈൽഡ്ഹുഡോ കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളായിരുന്നില്ല അവരുടെ വീട്ടിലുണ്ടായിരുന്നത്. ഇതിനെപ്പറ്റി ഇവര് മുമ്പ് ഒരു Q&Aയിൽ വന്ന് പറഞ്ഞേക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, അത് ഞാൻ ഇങ്ങോട്ട് വെക്കാം. ഇതിവിടെ വെക്കുന്നത് അനീഷിനെ പോലെ അല്ലെങ്കിൽ ഈ ഒരു ഉമ്മയൊക്കെ പറഞ്ഞേക്കുന്ന പോലെ എല്ലാ ആൾക്കാരും മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണ്. മുടിക്കൊക്കെ പിടിച്ചിങ്ങനെ കുത്തി കറക്കിയൊക്കെ എടുക്കുന്നു. മുടിക്കൊക്കെ പിടിച്ചോണ്ട് ഷെൽഫമേ കടിക്കാൻ പോകുമ്പോൾ ഞാനിങ്ങനെ കൈയൊക്കെ വെച്ചിട്ടുണ്ട്. റമദാനാണ് അത്. ഇതൊന്നും ഉറങ്ങിപ്പോയതിനൊക്കെയാണ് പുള്ളി അങ്ങനെ ചെയ്യുന്നത്. അത്ര അബ്യൂസീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു. വലുതായപ്പോൾ അബ്യൂസ് വേറെ രീതിക്ക് പോയി. ഒരു ചെറിയൊരു തെളിയില്ലേ പിന്നല്ലേ ബേബി. വേറെ കുറച്ച് പേര് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഇത്രയും കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു ഫാമിലി ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് അബ്യൂസീവ് ആയിട്ടുള്ള ഒരു പാരന്റ്സ് ഉള്ളത് കൊണ്ടാണ് നമുക്ക്, അല്ലെങ്കിൽ പാസ്റ്റ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് തമ്മിൽ റിലേഷൻ തോന്നിയത്. നോ, ഓക്കെ, ഇറ്റ്സ് എ നോ. കാരണം അതും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഓക്കെ, ദിസ് ഇസ് എ റിലേഷൻഷിപ്പ്, പ്യുവർ റിലേഷൻഷിപ്പ്. ഓക്കെ, അല്ലാണ്ട് ഡസന്റ് ഈവൻ ഡിപ്പെൻഡ് ഓൺ ദ പാസ്റ്റ് അല്ലെങ്കിൽ പാരന്റ്സോ അബ്യൂസീവ് ആയിട്ടുള്ള പാരന്റ്സോ ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യില്ല. ഇത് ഞങ്ങളുടെ തീരുമാനം, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്, ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ്. എന്റെ സൈഡിൽ ഫാദറിന്റെ പറയുകയാണെങ്കിൽ ആൾ മെയിൽ ഷോണിസ്റ്റ് ആണ്. എന്ത് പറഞ്ഞാലും കല്യാണം അത് മാത്രം മൈൻഡിലുള്ള ഒരാളാണ്. അല്ലാതെ എനിക്ക് അവിടെ തന്നെ എന്താണെന്നൊന്നും ചിന്തിക്കുന്ന ഒരാളൊന്നുമല്ല. ഷോർട്ടായിട്ട് പറയാണ്. ഉമ്മീനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഉമ്മി വാപ്പയുടെ സബ്മിസീവ് ആണ്. ആളുടെ കാൽച്ചോട്ടിലാണ് സ്വർഗം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു പാവം വനിത. ബട്ട് സ്റ്റിൽ അവിടെയും എനിക്ക് കുറച്ച് ട്രോമകളൊക്കെ ഉണ്ട്. അപ്പോൾ വീട്ടിലെ പ്രശ്നങ്ങൾ കൊണ്ട് എനിക്ക് സെൽഫ് ഹാമിംഗ് ഒക്കെ അങ്ങനത്തെ സംഭവങ്ങളുണ്ടായി. കൈയൊക്കെ മുറിക്കുമായിരുന്നു ഞാൻ, അതൊന്നും അവർക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അവിടുത്തത് എന്നെ അങ്ങനെ കൈയൊക്കെ മുറിക്കൽ അങ്ങനത്തെ സംഭവങ്ങളിലോട്ടൊക്കെ നയിച്ചിട്ടൊക്കെ ഉണ്ട്. അതൊരു വലിയ സാധനം, നമുക്ക് ഈ ഒരു ഇതിൽ പറയാൻ പറ്റത്തില്ല. ഇനി ഒരു ദിവസം നമ്മൾ നമ്മുടെ പാസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. കാരണം അത് നമ്മളും മെന്റലി ഫിസിക്കലി ഞങ്ങളും പ്രിപ്പയർഡ് അല്ല, ടു ബി ഫ്രാങ്ക്. ഞങ്ങളും ഭയങ്കര ടയർഡ് ആയി പോകും. ഞങ്ങൾക്ക് അതിനൊരു എനർജി നമ്മൾ എടുക്കണം, ഒരു ഒന്നര എനർജി. ഈ ഒരു കാര്യം എതിർത്തത് മാത്രമാണെങ്കിൽ അവരെ വെറുക്കേണ്ടതുണ്ടോ? അതായത് ഞങ്ങൾ റിലേഷൻ എതിർത്തത് മാത്രം കൊണ്ടാണ് അവർ വെറുക്കേണ്ടതുണ്ടോ? അതല്ലേ പറഞ്ഞു. അപ്പോൾ എതിർത്തത് മാത്രമല്ല, അവർ കുറെ ഫിസിക്കലി ടോർച്ചർ ചെയ്തിട്ടുണ്ട്. മെന്റൽ ടോർച്ചർ ഒക്കെ അവരുടെ സിറ്റുവേഷൻസ് കൊണ്ടാണെന്ന് വിചാരിക്കാൻ പാടില്ല, ബട്ട് സ്റ്റിൽ വിചാരിക്കാം. പക്ഷേ എന്നാലും നേരക്കാവില്ല.
ഞങ്ങൾ ഇവളുടെ പാരൻസ് ആയിട്ട് നമ്മൾ റീകണക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം. പക്ഷേ പുള്ളിക്കാരി സ്റ്റിൽ നമ്മളെ എങ്ങനെയെങ്കിലും ട്രാക്ക് ഡൗൺ ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്യിപ്പിക്കാനുള്ള രീതിക്കുള്ള ടോക്സും സംഭവങ്ങളൊക്കെയാണ്. അപ്പം അത് നേരെ അവർ കടന്നു വന്നേക്കുന്ന സിറ്റുവേഷൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നുള്ള ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ഇവർ ഈ പറയുന്ന പോലെ ഇവരുടെ ഈ ഒരു റിലേഷനെ എതിർത്തതിന്റെ പേരിൽ മാത്രമല്ല ഇങ്ങനെ വീട്ടുകാരുമായിട്ടുള്ള ഒരു ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ നേരത്തെ ഈ പറയുന്ന പോലത്തെ ഇവിടെ ഇത്ര അബ്യൂസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ സംഭവിച്ചതിന്റെ കുറെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ എന്നിട്ടും ഇവർ പാച്ചപ്പ് ചെയ്യാനെ കൊണ്ട് നല്ല രീതിയിൽ ഇവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവസാനമായിട്ട് ഇവർ അങ്ങനെയൊക്കെ ശ്രമിച്ചിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പോലും ശ്രമിച്ചിട്ട് ലാസ്റ്റ് ഇപ്പോൾ 1 വർഷത്തോളമായി എന്നുള്ള കാര്യങ്ങൾ ആദില നൂറ തന്നെയാണെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് തന്റെ ഉപ്പയാണെങ്കിൽ ഒരു മെയിൽ ഷോവനിസ്റ്റ് ആണ് എന്നുള്ള രീതിയിൽ. തന്റെ ഉമ്മയാണെങ്കിൽ ഓക്കെ അവരുടെ കാലിന്റെ അടിയിൽ കിടക്കുന്നതാണ് എന്തോ വലിയ മഹത്തരമായിട്ടുള്ള ഒരു കാര്യം എന്ന് കരുതുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരാളാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ കേരള സമൂഹത്തിലെ പല സ്ത്രീകളും അങ്ങനെ തന്നെ ചിന്തിക്കുന്ന കുറെ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. കാര്യം ഭർത്താവിന്റെ കീഴിൽ മാത്രമാണ് എന്നും ഭാര്യ എന്ന് ചിന്തിക്കുന്ന പല ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുടെ മുന്നിൽ ഇവൻ ഒരാളെ പ്രണയിക്കുക എന്ന് പറയുന്നത് തന്നെ, ഇപ്പം മറ്റൊരു പുരുഷനെ ആണെങ്കിൽ പോലും പ്രണയിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതിനൊരു അക്സെപ്റ്റൻസ് കിട്ടണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. പക്ഷെ അവിടെ ഒരു പെൺകുട്ടിയെ മറ്റൊരു പെൺകുട്ടിയാണ് പ്രണയിക്കുക എന്ന് പറയുമ്പോഴത്തേക്കിന് ഒരിക്കലും ഈ ഒരു ജന്മത്ത് എന്തായാലും ഒരു അക്സെപ്റ്റൻസ് കിട്ടാൻ പോകുന്നില്ല. അപ്പം ഇതാണ് അവരുടെ സിറ്റുവേഷൻ. അല്ലാതെ നിങ്ങൾ എന്തുകൊണ്ട് പാച്ചപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല എന്നൊക്കെ ആൾക്കാർ പറയുമ്പോഴത്തേക്കിന് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് കൂടി അവർക്കിടയിലുണ്ട് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. ആൻഡ് ഇത് കഴിഞ്ഞിട്ടാണ് അൻസാരി സൂര്യ ആലപ്പി കുറച്ച് കാര്യങ്ങൾ വന്ന് പറഞ്ഞത് കഴിഞ്ഞ ദിവസം പുള്ളിയുടെ യൂട്യൂബ് ചാനലിൽ. അപ്പോൾ ഇത് പുള്ളിനെ പറ്റിയിട്ട് നമ്മൾ മുമ്പും പല വീഡിയോസ് ഒക്കെ റിയാക്ട് ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് അദ്ദേഹമാണെങ്കിൽ പല വീഡിയോസ് ചെയ്യുമ്പോഴാണെങ്കിലും പല കണ്ടന്റ് ചെയ്യുമ്പോഴാണെങ്കിലും ഓക്കെ ഇതാണ് ഉസ്താദ്, അക്ഷരം തെറ്റാതെ ഇദ്ദേഹത്തെ വിളിക്കാൻ ഒരു മുസൽമാൻ എന്നൊക്കെ നമുക്ക് പലപ്പോഴും തോന്നും. പക്ഷെ ചില കണ്ടന്റ്സ് ഇദ്ദേഹം ചെയ്യുമ്പോഴത്തേക്കിന് ഇച്ചിരി പാളി പോകാറുണ്ട്. ആൻഡ് അത് മാത്രമല്ല ചില കണ്ടന്റ്സ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഉസ്താദുമാരായിട്ട് ആൾക്കാർ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന പല ആൾക്കാർക്കും ചില വിഷയങ്ങൾ വരുമ്പോഴത്തേക്കിന് ഈ മതത്തിലുള്ള പല ആൾക്കാരെ ഇച്ചിരി ആ ഒരു ഇഷ്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മേ ബി ആയിരിക്കാം ചില കാര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നത് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം മേ ബി അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇദ്ദേഹത്തിനാണെങ്കിൽ ചെറിയൊരു പാളിച്ച് ഇവിടെ സംഭവിച്ചു പോകുന്നുണ്ട്. എന്താണെന്ന് നമുക്കൊന്ന് കാണാം. കേരളത്തിലെ ലെസ്ബിയൻ കപ്പിൾസിൽപ്പെട്ട ആദിലയും നൂറയുമാണ്. ഈ 2 പെൺകുട്ടികളുടെ ഇപ്പോഴത്തെ നിലപാട് കേരളത്തിന് സുപരിചിതമാണ്. അവർ രണ്ടുപേരും സ്വതന്ത്രമായി ചിന്തിച്ച് സ്വതന്ത്രമായി എടുത്ത തീരുമാനമാണ്. അഥവാ മതശാസനത്തിൽ ഒരു മതത്തിന്റെ ദർശനങ്ങളിലും സ്വവർഗ വിവാഹം എന്നുള്ളത് അംഗീകരിക്കുന്ന സംഗതിയല്ല. അപ്പം മതത്തിന്റെ നിയമങ്ങൾക്കൊക്കെ അതീതമായി സ്വതന്ത്രമായി ചിന്തിച്ചുകൊണ്ട് രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. അതൊക്കെ അവരുടെ ഇഷ്ടം. അപ്പം അവർ പലപ്പോഴും ലൈവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഭാവിയിൽ പേര് മാറ്റും, മതത്തിന്റെ ഭാഗമായി നിൽക്കാൻ ആഗ്രഹിക്കുന്നതല്ല, ഞങ്ങളുടെ ഇഷ്ടമാണ് വലുത്. അങ്ങനെ മാതാപിതാക്കളെയൊക്കെ അവരുടെ തീരുമാനങ്ങളും അവരുടെ ചോയ്സുകളും അവരെ പോറ്റി വളർത്തിയവരുടെ അഭിപ്രായങ്ങളെല്ലാം അവർ തിരസ്കരിച്ചുകൊണ്ട് അവരുടെ ഇഷ്ടത്തിന് അവർ വാല്യൂ നൽകിക്കൊണ്ട് ഒന്ന് ജീവിക്കാൻ തീരുമാനിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊക്കെ അവരുടെ ഇഷ്ടമാണ് എന്തുമായിക്കോട്ടെ. പക്ഷേ അവരുടെ ഇപ്പോഴത്തെ നിലപാടുണ്ടെങ്കിൽ സ്വതന്ത്രമായ നിലപാടിൽ അവർ ധരിക്കുന്ന വസ്ത്രധാരണ, അപ്പൊ പുതിയ നിലപാട്, ആ നിലപാടാണല്ലോ അവരെ ഈ ബിഗ് ബോസിലേക്ക് എത്തിക്കുന്നത് അല്ലേ? രണ്ടാളുകൾ സ്വതന്ത്രമായി ചിന്തിച്ച് അവരുടെ ഡിസിഷനുകൾക്കാണ് ഏറ്റവും പ്രസക്തി, അവരുടെ തീരുമാനങ്ങൾക്കാണ് വാല്യൂ എന്നുള്ള നിലക്ക് 2 ധീര വനിതകൾ എന്ന പരിവേഷം കൊടുത്തിട്ടാണല്ലോ ബിഗ് ബോസിലേക്ക് നിങ്ങൾ അവരെ 2 പേരും തിരഞ്ഞെടുത്തത്. അപ്പം അവർ ഇപ്പോൾ എടുത്തിരിക്കുന്ന സ്വതന്ത്ര നിലപാട്, അവർ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക, ഇഷ്ടമുള്ളിടത്തൊക്കെ പോവുക, ഇഷ്ടമുള്ള ജീവിക്കുക, അതിന് ഭാഗമാകുന്ന വസ്ത്രധാരണ എന്തുകൊണ്ട് ആ വസ്ത്രം ധരിച്ച ചിത്രം നിങ്ങൾ പരസ്യത്തിൽ കൊടുത്തില്ല? നിങ്ങൾ 2 പേരും ബിഗ് ബോസിൽ പങ്കെടുക്കുന്നു എന്നതിന് നിങ്ങൾ കൊടുത്ത പ്രചരണത്തിൽ എങ്ങനെയാണ് ഈ ഹിജാബ് ധരിച്ച പെൺകുട്ടികൾ വന്നത്? നിങ്ങൾ ഇത്ര ആലോചന എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ഹിജാബ് എന്നുള്ളത് ഇന്ന് അവർക്ക് അന്യമാണ്, അവർ താല്പര്യപ്പെടുന്നില്ല. ഹിജാബ് എന്ന ഈ ഡ്രസ് കോഡ് ഉണ്ടല്ലോ, ഈ ഡ്രസ് കോഡ് എന്നുള്ളത് ഒരു മതത്തിന്റെ ഡ്രസ് കോഡാണ്. ഇത് ധരിക്കുന്ന പെൺകുട്ടികൾ ഈ പറയപ്പെട്ട ജീവിതം നയിക്കുന്നതിന് നേരെ വിരുദ്ധമായിട്ടാണ് അവർ ജീവിക്കുന്നത്. അതൊക്കെ അവർ ഇഷ്ടം. ഞാൻ അതൊക്കെ അവരുടെ ചോയ്സ്, നമ്മൾ വിട്ടു. ശരിക്കും മനസ്സിലാക്കാത്തത് അവരുടെ ഇപ്പോഴത്തെ ഡിസിഷൻ പ്രകാരമാണല്ലോ നിങ്ങൾ അവരെ ബിഗ് ബോസിലേക്ക് തിരഞ്ഞെടുത്തത്. അത് ആ ഡിസിഷൻ പ്രകാരമുള്ള അവരുടെ വസ്ത്രധാരണ എന്തുകൊണ്ട് നിങ്ങൾ അവരുടെ പരസ്യത്തിൽ കൊടുത്തില്ല എന്ന് എനിക്ക് എത്ര ആലോചന മനസ്സിലാവില്ല. അദ്ദേഹം ഈ ഹിജാബ് ഇട്ടവർ ഇങ്ങനെ ബിഗ് ബോസിലോട്ട് അല്ലെങ്കിൽ എങ്ങനെ ഒരു ഫോട്ടോ കൊടുത്തൊക്കെ പറയുമ്പോഴത്തേക്കിന് ഇത് ആദില നൂറയോ ഏഷ്യാനെറ്റോ ജിയോ ഹോട്ട്സ്റ്റാറോ എൻഡമോ ഷൈനോ ഒന്നും പുറത്തുവിട്ടേക്കുന്ന ഫോട്ടോ അല്ലെങ്കിൽ അവർ കൊടുത്തേക്കുന്ന ഒരു ഫോട്ടോ അല്ല ഇത് മറ്റേ സിലി സ്പോർട്ട് മീഡിയ എന്ന് പറയുന്ന ഒരു പേജിൽ വന്നേക്കുന്ന ഒരു പോസ്റ്റാണിത്. അതിനകത്ത് കണ്ടസ്റ്റന്റ് നമ്പർ 16 ആദില നൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ പല ഓൺലൈൻ മീഡിയാസ് ആണെങ്കിലും ചെയ്യാറുള്ളതാണ്. ഇദ്ദേഹം തന്നെ ഈ ഒരു വീഡിയോയിൽ വെച്ചേക്കുന്ന സ്ക്രീൻഷോട്ടിൽ കണ്ടേക്കുന്ന കാര്യമാണ് ഇത്. പിന്നെ ഇവർ ഈ തട്ടം കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നത് ഈ മതപരമായിട്ടുള്ള ഇവർ ഇങ്ങനെ ഒന്നിക്കുമ്പോഴത്തേക്കിന് കുറെ ആൾക്കാർ കുറെ നെഗടിച്ച് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അവർക്കൊക്കെ ആണെങ്കിൽ ഒരു റിവെഞ്ച് അല്ലെങ്കിൽ അവരോടൊരു പ്രതികാരം എന്നോണം കാണിച്ചിരിക്കുന്ന കുറച്ച് പരിപാടിക്ക് വേണ്ടിയിട്ട് ഇവർ കുറച്ച് ഫോട്ടോസ് അങ്ങനെ വീഡിയോസ് ഒക്കെ ഇവർ ചെയ്യാറുണ്ട്. അപ്പൊ അത്തരത്തിൽ ചെയ്തേക്കുന്ന ഒരു കാര്യമാണ് ഇത്. പിന്നെ ഒരു സ്ത്രീയുടെ വസ്ത്രധാരണ, ഇപ്പം മതപരമായിട്ടുള്ള കാര്യം നിങ്ങൾ വിചാരിച്ചോട്ടെ, ഈ ഹിജാബ് തട്ടം ഇപ്പം സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്ന ഏതൊരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഏതൊരു സ്ത്രീയുടെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പോയി നോക്കിയാൽ പോലും തട്ടമിടാതെ അവരൊരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കുറഞ്ഞത് ഒരു കമന്റ് എങ്കിലും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, മകളെ തട്ടമിടാതെ വീഡിയോ ചെയ്യാൻ പാടില്ല, ഇതൊക്കെ നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നൊക്കെ പറയുന്ന പല ആൾക്കാരെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇവിടെ ഒരു വസ്ത്രധാരണം അല്ലെങ്കിൽ തട്ടമിടുക ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആൾക്കാരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യം, അവരുടെ ഇഷ്ടങ്ങളല്ലേ. ആൻഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇവർ സംസാരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വെക്കാം. നിങ്ങൾക്ക് തട്ടമിട്ടൂടെ, പിന്നെ മാന്യമായ ഡ്രസ് ധരിച്ചൂടെ, ചുരിദാർ അങ്ങനെ പോലത്തെ മാന്യമായ ഡ്രസ് ഡിപ്പെൻസ്, അത് കാണുന്ന ആൾക്കാരുടെ വ്യൂ പോയിന്റ് ആണ്. എനിക്ക് മാന്യമായിട്ടുള്ള ഡ്രസ് ആയിരിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവരും പറയും നിങ്ങൾക്ക് ഈ മാന്യമായ ഡ്രസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിനോടായിട്ട് ചോദിക്കണം, എന്താണ്?
ഒരാൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇടാൻ നമ്മുടെ ഇന്ത്യ മഹാരാജ അനുവദിക്കുന്നുണ്ട്. കാണാൻ ആൾക്കാർക്ക് പറ്റുന്നില്ലെങ്കിൽ യു ഗൈസ് ക്യാൻ ക്ലോസ് യുവർ ഐസ്. ഞങ്ങൾക്ക് ഇതാണ് കംഫർട്ടബിൾ. വസ്ത്രധാരണം എന്നൊക്കെ പറയുന്ന ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് അല്ലെ. ഭരണഘടനയിൽ പറയുന്നത് പ്രകാരം അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം. പിന്നെ ഇവിടെ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഇത് അവര് കൊടുത്തേക്കുന്ന ഒരു ഫോട്ടോയോ കാര്യങ്ങളൊന്നും അല്ല, ആരെ അപമാനിക്കാനോ അവഹേളിക്കാനോ വേണ്ടിയിട്ട് അവര് കൊടുത്തേക്കുന്ന ഒരു സാധനമായിരുന്നില്ല. ഇത് ഒരു ഇൻഡിവിജ്വൽ പേജ് എടുത്തിട്ടേക്കുന്ന ഒരു സാധനമായിരുന്നു. എന്നെ കേട്ടിരിക്കുന്ന എല്ലാവരോടും പറയുന്നു, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തോട്, ഇതേ നൽകുന്ന ഉള്ളിലൂടെയുള്ള ഒരു സന്ദേശമുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ പെൺകുട്ടികളെ കാണിച്ചിട്ട് ഇതേ മനോഭാവമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സ്വതന്ത്രമായി വന്നോളി എന്നാണ് എല്ലാ അച്ഛനമ്മമാർക്കും ആഗ്രഹം. എന്താണ്? അവനവൻ്റെ മക്കൾ പഠിച്ച് നല്ല സ്ഥാനങ്ങളിലെത്തി വിവാഹം കഴിച്ച് അവർക്ക് കുട്ടികളുണ്ടായി ആ കുട്ടികളെ താലോലിക്കണമെന്നൊക്കെ ആഗ്രഹം അല്ലേ? അങ്ങനെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ ഏതെങ്കിലും നിലക്ക് ബിഗ് ബോസ് കാണുന്നുണ്ടെങ്കിൽ ശരിക്കും ശ്രദ്ധിച്ചോളിയും. ഇതിലൊക്കെ കുഞ്ഞുങ്ങൾ അടിമപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കാര്യം നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിലേക്ക് അവരെ ഭാവി മാസുരമാകത്തില്ലെന്ന് മാത്രമല്ല, സമൂഹത്തിന്റെ മുമ്പിൽ അപമാനഭാരം സഹിക്കാൻ വയ്യാതെ നമ്മളിങ്ങനെ നടക്കേണ്ടി വരും. അതെങ്ങനെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. കാര്യം ബിഗ് ബോസ് പോലൊരു ഷോ കണ്ടാൽ അങ്ങനെയായി മാറുമോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയോ സിനിമകള്, സീരിയലുകള്, എന്തിനാ നമ്മുടെ ഫോണിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ എത്രയോ കണ്ടന്റ്സ് നമുക്ക് ഫോണിൽ തോണ്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അല്ലെ. അതിനി വിലക്ക് ഏർപ്പെടുത്തുന്നുള്ള അറിയത്തില്ല. കാര്യം അതിന് വിലക്ക് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഇതുപോലെ ആൾക്കാർക്ക് വീഡിയോസ് ഒന്നും എന്തായാലും ചെയ്യാൻ പറ്റൂല. അതുകൂടെ ഒന്ന് ആലോചിക്കേണ്ടതാണ്. അപ്പൊ എന്തായാലും അതിനെന്തായാലും വിലക്കുണ്ടാവുമെന്നുള്ള ഞാൻ വിചാരിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ ഫോണിൽ സ്ക്രോൾ ചെയ്താൽ തന്നെ നമുക്ക് എന്തോരം കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്ക് കാണാനും അറിയാനൊക്കെ പറ്റും. പിന്നെ ബിഗ് ബോസ് പോലൊരു ഷോ ആകുമ്പോഴത്തേക്കിന് അതിനകത്ത് ആദില നൂറ വന്ന് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ വീട്ടിലുള്ള പെൺകുട്ടികളായിട്ടുള്ള ആൾക്കാരൊക്കെ ഇനി മുതൽ ഞാനൊരു മറ്റൊരു പെൺകുട്ടിയെ പ്രണയിച്ചേക്കാം, ഇതുവരെ ഞാൻ സ്ട്രെയിറ്റ് ആയിരുന്നു, പക്ഷെ അവരെ കണ്ടിട്ട് ഓക്കെ അവരെ ഫോളോ ചെയ്തിട്ട് ഞാൻ മറ്റൊരു പെൺകുട്ടിയെ പ്രണയിച്ചേക്കാം എന്ന് ചിന്തിച്ചിട്ടല്ലേ ഇവിടെ ഒരാളും അങ്ങനെ ആ ഒരു ഐഡന്റിറ്റിയിലോട്ട് മാറുന്നത്. അവർ ജനിച്ച് വളരുന്ന ആ ഒരു സാഹചര്യം, ചുറ്റുപാട്, അല്ലെങ്കിൽ അവരുടെ ഹോർമോണൽ ചേഞ്ചസ്, ഇതൊക്കെയാണ് അവരെ എന്താണ് ലെസ്ബിയൻ ആണോ അല്ലെങ്കിൽ ഒരു ഗേ ആണോ എന്നുള്ള രീതിയിലോട്ട് കാര്യങ്ങളൊക്കെ കൊണ്ട് എത്തിക്കുന്നത്. അല്ലാതെ ഈ പറഞ്ഞ ഒരു ഷോ കണ്ടിട്ട് അതിനകത്ത് ഇവർ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ല. അതിന്റെ പേരിൽ ഒക്കെ ഷോ കാണാതിരുന്നു കഴിഞ്ഞാൽ ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കില്ല. അത് വലിയൊരു അപമാനമാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് എനിക്ക് അതിന്റെ ലോജിക്ക് മനസ്സിലാവണില്ല. അതിജീവിക്കുള്ളൂ. അതിനൊക്കെ ഘടകവിരുദ്ധമായാണ് ഈ പ്രവർത്തനം. അങ്ങേയറ്റം തോന്നിവാസമാണ് പറയാം. ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് മുന്നോട്ട് വരാനുള്ള ഒരു വഴി, പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികൾക്ക് അതിലുള്ള വാതിലാണ് തുറന്നത്. രക്ഷകർത്താക്കൾ നന്നായിട്ട് മനസ്സിലാക്കിക്കോളി. ഇനി ജുനി ജോഹരി പറയുന്ന ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം. എത്രയോ കാലമായി ഇത്തരം റിയാലിറ്റി ഷോകൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നു. അതിൽ നിന്ന് ഗുണകരമായ ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഈ അടച്ചിട്ട മനുഷ്യരെ മുഴുവനും ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതിലൂടെ ഏതെങ്കിലും സമൂഹത്തിന് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അതിൽ നിന്ന് നമ്മുടെ മക്കൾക്ക് പകർത്താവുന്ന ഏതെങ്കിലും ശ്രദ്ധിച്ചല്ലോ. ഇത് കേരളത്തിന്റെ വലിയ ഒരു ബഹുമുഖ പ്രതിഭയായ മോഹൻലാൽ അടക്കമുള്ള ആളുകൾ എന്തെങ്കിലും എന്റെ വീഡിയോ കാണുകയാണെങ്കിൽ അവിടെ എനിക്ക് ചോദിക്കാനുള്ളത്, എന്ത് സന്ദേശമാണ് ഈ സമൂഹത്തിൽ കൊടുക്കുന്നത്? ഞങ്ങൾ ഈ നാട്ടിലുള്ള എല്ലാ മതസ്ഥരും ഞങ്ങളുടെ മക്കളിൽ ഞങ്ങൾ കാണുന്ന വലിയൊരു ഭാവിയുണ്ട്. ഇപ്പം ലാലേട്ടൻ്റെ ആണെങ്കിലും മറ്റു പ്രതിഭകളുടെ ആണെങ്കിലും ഒക്കെ അച്ഛനമ്മമാർ ഇതേപോലെ തീരുമാനമെടുത്തിരുന്നെങ്കിൽ നിങ്ങളെപ്പോലത്തെ ഒരു പ്രതിഭ ഈ ലോകത്തുണ്ടാവില്ലായിരുന്നു അല്ലേ? അപ്പം നിങ്ങളുടെ മക്കളിലൂടെയും നിങ്ങളുടെ മകളുണ്ടല്ലോ, ആ മകനിലൂടെയും നിങ്ങളുടെ മകളിലൂടെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന തലമുറ ഉണ്ടാകണമെന്നല്ലേ? ഇങ്ങനെ പോയാൽ എങ്ങനെ ഉണ്ടാകുക? മനസ്സിലാകുന്നില്ല. ഇതിനെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നു? ഇത് സമൂഹത്തിന് കൊടുക്കുന്ന സത്യസന്ധമായ നീതിയുക്തമായ സന്ദേശം എന്താണെന്ന് എവിടെങ്കിലും ലാലേട്ടൻ 2 വരിയിൽ എന്ന് എഴുതിയിട്ടാൽ അങ്ങനെ കലാകാരന്മാർക്കുള്ള ആ ഒരു ബഹുമാനമെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാവും. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ എന്ത് സന്ദേശമാണ് കൊടുക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കിന് ആ ഒരു ഷോയ്ക്കകത്തുനിന്ന് നമുക്ക് എടുക്കാൻ പറ്റിയ നല്ല വശങ്ങളും ഉണ്ട്, മോശം വശങ്ങളും ഉണ്ട് അല്ലെ. നമ്മുടെ ഈ സമൂഹത്തിൽ തന്നെ എത്രയോ നല്ല വശങ്ങളുണ്ട്, മോശം വശങ്ങളുണ്ട്. എല്ലാ മതത്തിലാണെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റുന്ന എത്രയോ നല്ല വശങ്ങളുണ്ട്, മോശം വശങ്ങളുണ്ട് അല്ലെ. ഇപ്പൊ ഈ ഒരു ഷോ ഇതൊരു ടോക്സിക് ഷോ തന്നെയാണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ ഷോ കണ്ടിട്ട് ആൾക്കാർ അങ്ങനെ മാറിപ്പോവാണ്, ഇങ്ങനെ വഴിതെറ്റിയാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് എനിക്ക് അതിന്റെ ഒരു ലോജിക്ക് മനസ്സിലാവുന്നത്. കാര്യം ഇത് കണ്ടിട്ട് പെട്ടെന്ന് ഒരു ദിവസം സ്വിച്ച് ഇട്ട പോലെ ആൾക്കാർ മാറുകയാണെന്നുള്ള ആ ഒരു കോൺസെപ്റ്റിനോടൊന്നും എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. ഈ പറയുന്ന എല്ലാ കാര്യത്തിനും ഉള്ള പോലെ തന്നെ ബിഗ് ബോസ് ഷോയ്ക്കാണെങ്കിൽ 2 വശങ്ങളുണ്ട്. ഇതിനകത്തുനിന്ന് നല്ലതെടുക്കാനെ കൊണ്ട് ആ ഷോയ്ക്കകത്ത് തന്നെ ആൾക്കാർ ഒരു റെസ്പെക്ട് കൊടുക്കുന്ന, അല്ലെങ്കിൽ അവർ നല്ല രീതിയിൽ പെരുമാറുന്ന, അല്ലെങ്കിൽ അവർ ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്ന, ആ ഒരു ലവ് കാണിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന, നല്ല രീതിയിൽ കാണിച്ചേക്കുന്ന സാധനങ്ങൾ നമുക്ക് അതേ രീതിയിൽ തന്നെ എടുക്കാൻ പറ്റും. അതിനകത്ത് നിങ്ങൾ നെഗറ്റീവ് മാത്രം കാണാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന ആൾക്കാർക്ക് അത് മാത്രമേ കാണാൻ പറ്റുള്ളൂ അല്ലേ. അതിനകത്ത് നല്ലതുകൊണ്ട് മോശം വശങ്ങളുണ്ട്. ഇതെല്ലാം നല്ല സന്ദേശം കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണേണ്ട, താല്പര്യമുള്ളവർ കാണട്ടെ. അതിന് നിങ്ങൾ നിയന്ത്രണം ആരാണെങ്കിലും അതിന് ഏർപ്പെടുത്തേണ്ട കാര്യം, അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് അല്ലേ. ഇന്ത്യൻ ഭരണഘടനയിലാണെങ്കിൽ ബിഗ് ബോസ് ആരും കാണാൻ പാടില്ല, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾ കാണാൻ പാടില്ല എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം, ഈ ഐഡന്റിറ്റി, ഒരു കുട്ടിക്ക് തനിക്കാണെങ്കിൽ തൻ്റെ ഐഡന്റിറ്റി സ്ത്രീകളുടെ അടുത്താണ്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് ഒരു സ്ത്രീയുടെ അടുത്താണ് താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കാതെ അതിനെ വിലക്കി വെക്കുമ്പോഴത്തേക്കിന് എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ ആലോചിക്കുക. ഈ ഷോ കണ്ടിട്ട് ആരും പെട്ടെന്ന് സ്വിച്ചിട്ട് മാറുന്നതല്ല. ഓക്കെ, അത് അവരുടെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഹോർമോണൽ ആയിട്ടുള്ള ചേഞ്ചസ്, ഇതൊക്കെയാണ് അവരെ ആ രീതിയിലോട്ട് മാറ്റിയെടുക്കുക. അല്ലെങ്കിൽ പിന്നെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് അവർക്കൊരു മാനസിക രോഗമുള്ള ആൾക്കാരാണ് ഈ രീതിയിലോട്ട് മാറുന്നത്. അത്തരത്തിൽ മാനസിക രോഗമാണ് എന്നുള്ളത് സയന്റിഫിക് ആയിട്ട് എവിടെ ആരും തെളിയിച്ചിട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഈ പറയുന്ന ആൾക്കാർ അത് തെളിയിച്ചിട്ട് വേണം അത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ. കാര്യം എന്ന് വെച്ചാൽ ഓക്കെ,
ഇവിടെ എല്ലാവരും മനുഷ്യന്മാരൊക്കെ തന്നെയാണ്. ആദില നൂറ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഭൂകമ്പം ഉണ്ടാവുന്ന സംഭവം കാര്യങ്ങളൊന്നും അല്ലല്ലോ. അവർക്കത് അതാണ് ഇഷ്ടം, അവരങ്ങനെ പോകുന്നു, അതിലിപ്പോൾ പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല. പിന്നെ ഇതിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എത്രയോ ആൾക്കാർ ഇപ്പം ഗേ ആയിട്ടുള്ള ആൾ ഒരു സ്ത്രീനെയാണെങ്കിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ദാമ്പത്തിക ജീവിതം എത്രത്തോളം മനോഹരമായിട്ടായിരിക്കും മുന്നോട്ട് പോവുക. സമൂഹം പറയുന്നത് കേട്ടിട്ട് ഓക്കെ അവര് ഈ പറയുന്ന ഒരു ജയിലിനകത്ത് പെട്ട പോലെ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയതുപോലെ ഒരു റോബോട്ടിനെ പോലെ ആർക്കൊക്കെയോ വേണ്ടി ജീവിച്ച് തീർക്കുന്ന പോലെയല്ലേ അവര് മുന്നോട്ട് ജീവിക്കുക. അതേസമയം ഒരു ലെസ്ബിയൻ ആയിട്ടുള്ള ഇവര് രണ്ടുപേരും ചെയ്തേക്കുന്ന രണ്ട് പുരുഷന്മാരുടെ ജീവിതം രക്ഷപ്പെടുത്തല്ലേ ഇവർ ചെയ്തേക്കുന്നത്. കാര്യം അവരുടെ ഐഡന്റിറ്റി എന്താണെന്നുള്ളത് അവർക്കറിയാം അല്ലേ. അത് മറച്ചു വെച്ചുകൊണ്ട് മറ്റൊരാളെ പോയി കല്യാണം കഴിച്ചിട്ട് ആ ഒരു വ്യക്തിനെ പറ്റിക്കുകയല്ലല്ലോ ചെയ്തേക്കുന്നത്. അത്തരത്തിൽ പറ്റിച്ചേക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ കല്യാണം കഴിച്ചിട്ട് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള എത്ര ആൾക്കാരുടെ കേസ് നമുക്ക് ഈ അടുത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും. സോഷ്യൽ മീഡിയ നമ്മൾ യൂട്യൂബിൽ എടുത്ത് സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ എത്രയോ ആൾക്കാരുടെ കാര്യം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ നേരത്തേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ പ്രണയിക്കുക എന്ന് പറയുന്നത് തന്നെയായിരുന്നു ഏറ്റവും വലിയൊരു പ്രശ്നം. ഒരു പ്രേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ഇന്ന മതമൊന്നുമില്ല, കേരള സമൂഹത്തിൽ തന്നെ എന്തോ അയിത്തം ബാധിച്ച ഒരു കാര്യം പോലായിരുന്നു പല ആൾക്കാരും കണ്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ അതൊക്കെ വളരെ നോർമലാണ്. പ്രണയം ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു പെൺകുട്ടിക്ക് അവർക്ക് ആ ഒരു പ്രണയം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വികാരങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ആണ് സത്യത്തിൽ എന്തൊക്കെയോ മാനസികപരമായിട്ട് പ്രശ്നമോ കാര്യങ്ങളൊക്കെ ഉള്ളത്. ഒരാളുടെ അടുത്തൊരു അട്രാക്ഷൻ അഫെക്ഷൻ കാര്യങ്ങളൊന്നും തോന്നിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്തോ പ്രശ്നങ്ങളാണ്. അത് പിന്നീട് നമ്മുടെ കേരള സമൂഹം മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പം അതിൽ നിന്ന് പിന്നീട് നമ്മൾ കുറച്ചുകൂടെ പുരോഗമിച്ച് വന്നപ്പോഴത്തേക്കിനാണ് നമ്മളെല്ലാവരും ഈ സമൂഹത്തിൽ തന്നെയാണെങ്കിൽ ഇത്തരത്തിൽ ഒരേ സെക്സിലുള്ള ആൾക്കാരുടെ അടുത്ത് തന്നെയാണെങ്കിൽ പലർക്കും താല്പര്യം തോന്നുന്നുണ്ട്. അങ്ങനെ പല ആൾക്കാരും ജീവിക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പൊ അത് എല്ലാവർക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഇത് കാണുമ്പോഴത്തേക്കിനും ഒക്കെ ഇതൊക്കെ എന്ത് ഇങ്ങനെയെന്ന് പല ആൾക്കാരും ചിന്തിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നെറ്റ് ചുളിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കുറെ ആൾക്കാർ മാറി ചിന്തിച്ചു തുടങ്ങി ഇതൊക്കെ അവര് മനുഷ്യരാണ്, അവർക്ക് ഇഷ്ടമുള്ള രീതിയിലല്ല അവർ ജീവിക്കുന്നത്. പിന്നെ അവർ മറ്റാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ആർക്കും പ്രശ്നം തോന്നേണ്ട കാര്യമില്ല. പിന്നെ ഏതൊരു മതമാണെങ്കിലും ആ മതത്തിൽ വിശ്വാസമുള്ള ആൾക്കാരെ ഇഷ്ടമുള്ള താല്പര്യമുള്ളവരെ അത് ഫോളോ ചെയ്യും. അത് ആ ഒരു മതത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റിയെന്നും വരത്തില്ല. അപ്പൊ അങ്ങനെയുള്ളപ്പം അവരുടെ സ്വാതന്ത്ര്യമാണ് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നുള്ളത്. അതിന് നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ ഭരണഘടന അതിന് സമ്മതിക്കുന്നുമുണ്ട് അല്ലെ. പക്ഷെ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെയുള്ള ഒരു മതം ഈ പറയുന്ന ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുകളിലല്ല ഒന്നും. ഇന്ത്യൻ ഭരണഘടനയിൽ നമുക്ക് ഇതിനെല്ലാം ഉള്ള സ്വാതന്ത്ര്യം തരുന്നുണ്ടെങ്കിൽ വേറെ പ്രശ്ന കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇതിനകത്ത് പറയുന്നത് പോലെ തന്നെ ഫോളോ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ അത് ഫോളോ ചെയ്യുക. പക്ഷെ അത് മറ്റൊരാളിലോട്ട് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളൊരു റോങ് നമ്പറാണ്. പണ്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ റോങ് നമ്പറുകളെ കുറിച്ചിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഈ പറയുന്ന ഹിന്ദുക്കളിലാണെങ്കിലും ക്രിസ്ത്യൻസിലാണെങ്കിലും മുസ്ലിംസിലാണെങ്കിലും ഒക്കെ ഉള്ള പല റോങ് നമ്പറുകളെ ചൂണ്ടിക്കാണിച്ച് നമ്മൾ കുറേ വീഡിയോസ് നമ്മൾ പണ്ട് ചെയ്തിട്ടുള്ളതാണ്. അന്നത്തെ വീഡിയോസ് കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം. അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ എടുത്ത് കാണിച്ചിട്ടുള്ളതാണ്. അപ്പം നിങ്ങളുടെ വിശ്വാസം നിങ്ങളിൽ തന്നെ, നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം അവരവരിൽ തന്നെ ഇരിക്കുക. മറ്റൊരാളോട്ട് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതൊരു തെറ്റാണ് എന്നുള്ളത് മാത്രം എല്ലാവരും മനസ്സിലാക്കുക. എന്തായാലും ഇത് കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ശരി, ബൈ.